ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ റിഫാന ഷിഹാബ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷാജിനെ കുറിച്ചിട്ടാട്ടോ ഇട്ടീന്ന്. അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോക്ക് ഇന്ന് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരു 2-3 കമൻറ്റ് എടുത്ത് പറയണമെന്ന് തോന്നി, അതിനൊരു വ്യക്തത കൊടുക്കണമെന്ന് തോന്നി കേട്ടോ. അതിൽ ഫസ്റ്റത്തെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നാട്ടോ ഫസ്റ്റത്തെ കമൻറ്റ്. ഒരിക്കലുമല്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരെ പേഴ്സണലായിട്ട് എനിക്കറിയില്ല, എന്നാലല്ലേ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നീ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ഇന്നലെ ഷാജിദ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, നീ അത് കണ്ടിട്ടുണ്ടോ? നീ അത് കണ്ടാൽ ഇങ്ങനെ സംസാരിക്കൂല. ഞാനത് ഇന്നലെ കണ്ടിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രിയാണ് അത് കണ്ടത്. ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. പിന്നെ അവൾക്കില്ലാത്തൊരു വിഷമം എന്തിനാ നിനക്ക് കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കുഞ്ഞു മക്കളെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നിട്ടോ. അതായത് അവർക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോണ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും അതിൽ സംസാരിച്ചിട്ടില്ല. അല്ലാതെ സാജിദിനെ കുറിച്ച് അവർക്കൊരു സപ്പോർട്ട് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കണില്ല. കാരണം അവരെക്കുറിച്ച് നന്നായിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? അവർ പറയുന്ന രീതികളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദഹിച്ചിട്ടില്ല. പിന്നെ ഞാനെന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യണം? ഇന്നലത്തെ ഇൻ്റർവ്യൂ തന്നെ ഓലിക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞ്, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യായിരുന്നു. പക്ഷേ ഓല അതിന് നിൽക്കാതെ അത് വളരെ മോശപ്പെട്ട രീതികളൊക്കെ കണ്ടാൽ തന്നെ അവരെക്കുറിച്ച് എല്ലാതും മനസ്സിലായി. ഇനി അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് ഷാജിദ് തന്നെ അതിൽ പറയുന്നുണ്ട്, ഞാനിങ്ങനെയാണ്, ഇതാണ് ഞാൻ, ഷാജിദ് ഇതാണ്. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഷാജിദ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നല്ലോ തുടക്കത്തിലൊക്കെ. അപ്പോൾ ഷാജിദ് തന്നെ പറയുന്നുണ്ട്, അതെനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഷാജിദ് ഇങ്ങനെയാണ്. ഷാജിദാക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പറ്റാത്തതാണ് ഷാജിദ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. അതാണ് പ്രകൃതം എന്നുള്ളത് ഷാജിദ് തന്നെ പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ കേട്ടിട്ട് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഇവർ തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചില്ലേ. പരിചയം എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ല പരിചയമാണ്. അത് ഇക്കല്ല, അപ്പം തന്നെ റീൽസിനൊക്കെ ലൈക്ക് അടിക്കലും ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള പരിചയമാണ്. പിന്നെ ഇക്ക മരിച്ചതിന് ശേഷം ഒരു 5 മാസമൊക്കെ ആയപ്പോഴാണ് വീണ്ടും ഞങ്ങളിങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കണം. പിന്നെ അതൊരു കൊല്ലമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഒരു കല്യാണം, അതായത് നിക്കാഹിലേക്ക് കലാശിച്ചു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇക്ക അങ്ങനെ ഒരു ഇത് ചെയ്തത് ചെറിയൊരു ഇതിൻ്റെ സംശയത്തിൻ്റെ പേരിലാണെന്ന് ഷാജിദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ബുദ്ധിയില്ല ആൾക്കാർക്കാണ് കാര്യം പിടുത്തം കിട്ടിയില്ലേ. ഇപ്പം എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ, നാത്തും പറഞ്ഞ കാര്യം ശരിയാണോ എന്ന രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇൻ്റെക്ക എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു 5 മക്കളെ സമ്മാനിച്ചതല്ലേ, 5 മക്കളെ സമ്മാനിച്ച് 15 കൊല്ലം എന്നാണ്, 15-16 കൊല്ലം അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഒപ്പം ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഒരു കൊല്ലമായപ്പത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കല്യാണം, ഒരു നിക്കാഹ് കഴിച്ചു വെച്ചിട്ടല്ല കേട്ടോ. നിക്കാഹ് കഴിക്കണത് നല്ല തന്നെയാണ്. പിന്നെ ആ ഒരു കുട്ടികൾക്ക് ഓലപ്പാൻ്റെ സ്ഥാനത്ത് ഒരാൾ വരികയെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണ ഒരാൾക്കാരാണ് വെച്ചെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഒരു 5-6 കൊല്ലത്തിന് അവിടേക്ക് നോക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഒരു കൊല്ലം തികയുമ്പത്തിന് വേറൊരു നിക്കാഹ് കഴിക്കുക, അതുമല്ല മക്കളെ സാന്നിധ്യത്തിൽ, മക്കൾക്ക് അറിയുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട്, പിന്നെ
ഉമ്മാനോടും സഹോദരങ്ങളോടൊക്കെ ചോദിച്ചിരുന്ന പോലെ അഭിപ്രായം എന്താണ്. അപ്പോൾ നല്ല കൂളായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരന്മാരുമായിട്ട് ഞാൻ ഒരു ഇതുമില്ല, ഒരു കണക്ഷനില്ല. പിന്നെ ഉമ്മാക്ക് എൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല, കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഞാനാണ്. ഇതൊക്കെ ഭയങ്കര അഹങ്കാരത്തിലാട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അല്ലാതെ തന്നെ ഓരോ കാര്യങ്ങൾ മുപ്പത്തെടുത്തിട്ട് ഞാനിങ്ങനെ ഓരോന്ന് കാണുന്നിരിക്കുന്നുണ്ട്. അങ്ങനെയല്ല ആളെ ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? എനിക്ക് തോന്നിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ടാറ്റാ.